കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 31. രചന ശാലിനി ഇ.എ. തിരിച്ച് തൻ്റെ ക്യാബിനിലെത്തിയ നിർമ്മല കണ്ടത് ടേബിളിൽ തലവെച്ചുകൊണ്ട് കിടക്കുന്ന നദിയെയാണ്. അവളെ നോക്കിയ നിമിഷം അവരുടെ കാതുകളിൽ മുഴങ്ങിയത് കാർത്തിയുടെ സ്വരമായിരുന്നു. അമ്മയില്ലാത്ത കുട്ടിയാണ്, കഴിയുമെങ്കിൽ അവൾക്കൊരു അമ്മയുടെ സ്നേഹം കൊടുക്കൂ. അവരുടെ നെഞ്ചിൽ വാത്സല്യം ഉറവ പൊട്ടിയൊഴുകി. മോളെ എന്തു പറ്റി? നിർമ്മലയുടെ സ്വരം കേട്ടതും നദി ടേബിളിൽ നിന്നും തലപൊക്കി നോക്കി. അപ്പോഴാണ് അവർ അവളുടെ നെറ്റിയിലെ മുറിവ് കാണുന്നത്. സത്യത്തിൽ അവിടെ എന്താ ഉണ്ടായത്? തൻ്റെ സീറ്റിലേക്ക് ഇരുന്നും കൊണ്ടവർ ചോദിച്ചു. നദി അവരുടെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. മോളുടെ പേരെന്താ? നദി യാമിനി. നദിയുടെ കൂടെയുള്ള യാമിനിയിൽ നിർമ്മലയുടെ മനസ്സ് കുരുങ്ങിക്കിടന്നു. എന്നാൽ അതിനെക്കുറിച്ചൊന്നും അവർ സംസാരിച്ചില്ല. നദി ഇന്ന് റെസ്റ്റ് എടുത്തോളൂ, നമുക്ക് നാളെ മുതൽ വർക്ക് തുടങ്ങാം. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചും കൊണ്ട് തലയാട്ടി. പിന്നെ വീണ്ടും മേശമേൽ തലവെച്ച് പഴയതുപോലെ കിടന്നു. പുറത്ത് പരന്നു കിടക്കുന്ന കറുത്തു ചുരുണ്ട ഇടതൂർന്ന മുടി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചുനേരം അവളെ തന്നെ നോക്കിയിരുന്നതിന് ശേഷം അവർ തൻ്റെ ജോലിയിൽ വ്യാപൃതയായി. 4 മണി കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് കാർത്തിയെ വിളിച്ചു. സാർ, തിരക്കില്ലെങ്കിൽ ഞാൻ 4 മണിക്ക് ഇറങ്ങട്ടെ? ഇവിടെ തിരക്കില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ? ഇല്ല. 24 മണിക്കൂറും എടുത്താൽ തീരാത്ത അത്രയും പണിയുണ്ട് ഇവിടെ. പിന്നെ എന്തുദ്ദേശത്തിലാണ് നീ തിരക്കില്ലെങ്കിൽ എന്ന് ചോദിച്ചത്? കാർത്തി നല്ല ചൂടിലാണ് ചോദിച്ചത്. സാർ, അത് പിന്നെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. വൈകിട്ട് 5 മണിക്കാണ് കൺസൾട്ടിങ്ങിന് ടൈം കിട്ടിയിരിക്കുന്നത്. അവനൊരു പരുങ്ങലോടെ പറഞ്ഞു. അമ്മ എന്ന് കേട്ടതോടെ അവൻ്റെ കോപത്തിന് തണവ് വന്നു. എങ്കിൽ 4:45 കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പോരെ? മതി. ഓക്കെ. നാളെ മംഗലാപുരത്തേക്ക് കയറ്റി അയക്കേണ്ട പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് മെയിൽ ചെയ്തേക്ക്. അതിനുശേഷം പൊയ്ക്കോ. ഓക്കെ സാർ. ഫോൺ ഓഫ് ചെയ്തതിന് ശേഷം അവൻ ടൈം നോക്കി. 3:50 കഴിഞ്ഞു. ഫാസ്റ്റായി വർക്ക് ചെയ്താലേ 4:45 ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയും. അവൻ സമയം കളയാതെ വർക്കിലേക്ക് തിരിഞ്ഞു. കുറച്ചുനേരം ടേബിളിൽ തലവെച്ച് കിടന്നതിന് ശേഷം നദി എഴുന്നേറ്റു നിവർന്നിരുന്നു. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ അവൾ കൈകൊണ്ട് മാടിയൊതുക്കി വെച്ചു. സിസ്റ്റത്തിൽ നിന്നും മിഴികൾ ഉയർത്തി നദിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് നിർമ്മല. അഴകാർന്ന മുഖത്തു നിന്നും അവർക്ക് മിഴികൾ എടുക്കാൻ തോന്നിയില്ല. നദി നിർമ്മലയെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. സോറി മാം, ഫസ്റ്റ് ദിവസം തന്നെ ഞാനൊരു ഉഴപ്പിയാണെന്ന് കരുതരുത്. അവരെന്നെ പിടിച്ചു തള്ളിയപ്പോൾ കാറിൻ്റെ ബോണറ്റിൽ തലയടിച്ച് വീണു. പെട്ടെന്നായതുകൊണ്ട് തലയാകെ തരിച്ച പോലെയായി. ഇപ്പോഴും തലക്കകത്തൊരു വിങ്ങലുണ്ട്. എന്നാലും ഞാൻ കുറേയൊക്കെ ഓക്കെ ആയി. എനിക്ക് എന്താണ് വർക്ക് തരുന്നതെങ്കിൽ തന്നോളൂ. ഒരു ഓഫീസിൽ ഒക്കെ വർക്ക് ചെയ്യാൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെയെന്നല്ല, എവിടെയും ഞാൻ വർക്കിന് പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയില്ല. പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ ചെയ്യാം. അവളുടെ സൗമ്യവും മധുരവുമായ സ്വരത്തിൽ മയങ്ങി ഇരിക്കുകയാണ് നിർമ്മല. എത്ര മനോഹരമായാണ് നദിയുടെ സ്വരം. നദി പാടുമോ? അവളൊന്ന് പുഞ്ചിരിച്ചു. പാട്ടിലൊന്നും വലിയ കാര്യമില്ല മാം, ജീവിക്കാൻ വേണ്ടത് പണമാണ്. ഒന്ന് പുഞ്ചിരിച്ചും കൊണ്ട് നിർമ്മല അടുത്തിരുന്ന ഒരു ഫയലെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇത് നന്നായി സ്റ്റഡി ചെയ്യുക. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കൂ. സ്റ്റഡി ചെയ്യാൻ 2 or 3 ഇനി 4 ദിവസം എടുക്കാം. എന്നാൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സത്യസന്ധമായിരിക്കണം.
എന്തായാലും 4 ദിവസത്തേക്കുള്ള വർക്കായല്ലോ എന്നാണ് അവളത് കൈനീട്ടി വാങ്ങുമ്പോൾ ചിന്തിച്ചത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് സിദ്ധാർത്ഥ് 4:45 മുൻപേ വർക്ക് തീർത്തത്. അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും 5 മണി കഴിഞ്ഞിരുന്നു. അവൻ്റെ മെയിൽ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കാർത്തി ഓഫീസിൽ നിന്നും ഇറങ്ങിയത്. നടാശയിൽ ആദ്യമായി എത്തിയ യമുനയാണ്. അവൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ നാട്ടിലുള്ളവർ മാത്രമല്ല, പുറം നാട്ടിലുള്ളവർ വരെ എത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ് നടാശ. ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും വരുന്നു എന്നതാണ് അവിടുത്തെ പ്രത്യേകത. കമിതാക്കളും ന്യൂ കപ്പിൾസും ഫാമിലിയും ഒരുപോലെ വരുന്ന ഇടം. യമുന തിരക്കിനുള്ളിലൂടെ കടന്ന് വിൻഡോക്കരികിലുള്ള സീറ്റിലിരുന്നു. ഈ സമയത്താണ് ചിലങ്ക ഉള്ളിലേക്ക് വരുന്നത്. അവൾ യമുന ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. 5:10 സിദ്ധാർത്ഥിൻ്റെ ബുള്ളറ്റ് നടാശയുടെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നു. അവൻ ബുള്ളറ്റ് പാർക്ക് ചെയ്ത് ഉള്ളിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോഴാണ് കാർത്തിയുടെ കാർ അതിനുള്ളിലേക്ക് കടന്നു വരുന്നത്. പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ തിരിക്കുന്നതിന് മുൻപേ ഒരു മിന്നായം പോലെ സിദ്ധാർത്ഥ് ഉള്ളിലേക്ക് കടക്കുന്നത് കാർത്തിയുടെ കണ്ണുകളിൽ പതിഞ്ഞു. ആ നിമിഷം അവൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. അമ്മയെ ഡോക്ടറെ കാണിക്കാനാണെന്നും പറഞ്ഞ് ഇവൻ വന്നത് റെസ്റ്റോറൻറ്റിലേക്കാണോ? കാറിൽ നിന്നിറങ്ങി റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കടക്കുമ്പോൾ കാർത്തി ഫോണിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ നമ്പർ എടുത്തു കഴിഞ്ഞിരുന്നു. റെസ്റ്റോറൻറ്റിനുള്ളിലെ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് കാർത്തിയുടെ കണ്ണുകൾ അതിനുള്ളിലെ സിദ്ധാർത്ഥിനെ തിരഞ്ഞു. ഒടുവിൽ കണ്ടുപിടിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് ഞെട്ടലാണുണ്ടായത്. അവൻ്റെ മുന്നിലിരിക്കുന്നവരുടെ മുഖം കണ്ടതാണ് ആ ഞെട്ടലിന് കാരണം. സുഭദ്ര ചിറ്റയുടെ റിലേഷനിലുള്ള ഒരു കുട്ടിയാണെന്നും പറഞ്ഞാണ് ചിറ്റ യമുനയെ പരിചയപ്പെടുത്തിയത്. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ്, നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹതാപം കൊണ്ട് കൊടുത്തുപോയതാണ്. അന്നു മുതൽ തുടങ്ങിയതാണ് അവളെ കൊണ്ടുള്ള തലവേദന. പലതവണ ഒഴിവാക്കുമെന്നുള്ള ലെവൽ വരെ എത്തിയതാണ്. അപ്പോഴേക്കും ചിറ്റ ഇടപെടും. അമ്മ പോയതിൻ്റെ ഒറ്റപ്പെടൽ താൻ കുറേയൊക്കെ അറിയാതിരുന്നത് ചിറ്റ മൂലമാണ്. അതുകൊണ്ട് അവരുടെ വാക്കുകൾ അങ്ങനെയങ്ങ് തള്ളിക്കളയാനും പറ്റില്ല. അവളുമായി സിദ്ധാർത്ഥിന് എന്താണ് ബന്ധം? അവൻ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ് തൻ്റെ ഫോണെടുത്ത് ചെവിയിൽ ചേർക്കുന്നത് കാർത്തി കണ്ടു. ഹലോ, എന്താ സർ? ഞാൻ മെയിൽ അയച്ചിരുന്നു, കിട്ടിയില്ലേ? കിട്ടി. സിദ്ധാർത്ഥ് ഏത് ഹോസ്പിറ്റലിലാണ് അമ്മയെ കാണിക്കുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലാണോ? ഏത് ഡോക്ടറെയാണ് കാണിക്കുന്നതെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ചു പറയാം. അല്ല സാർ, ഞാൻ സുപ്രിയ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ. അവിടുത്തെ ഡോക്ടറെയാണ് അമ്മയെ സ്ഥിരം കാണിക്കുന്നത്. എങ്കിലൊക്കെ. ഫോൺ വെച്ചതിന് ശേഷം കാർത്തി ഫോണിലെ ഗാലറിയിൽ നിന്നും 2 ഫോട്ടോകൾ തിരഞ്ഞെടുത്തു. അത് വാട്സപ്പിലെ ഒരു നമ്പറിലേക്ക് അയച്ചതിന് ശേഷം കോൾ ലിസ്റ്റിൽ നിന്നും ഒരു പേരെടുത്ത് വിളിച്ചു. അപ്പുറത്തെ കോൾ എടുത്തു എന്ന് മനസ്സിലായതും അവൻ സംസാരിച്ചു തുടങ്ങി. ഫിലിപ്പ്, ഞാനൊരു ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും നടാശ റെസ്റ്റോറൻറ്റിലുണ്ട്. അവരുടെ നീക്കങ്ങളും സംസാരങ്ങളും ഒന്ന് നിരീക്ഷിക്കണം. ഓക്കെ ബോസ്. കാർത്തി അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഉള്ളിലേക്ക് കയറി. ചിലങ്ക സ്ഥിരം ഇരിക്കുന്ന സീറ്റിൽ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നതിനാൽ അവൻ വേഗം അവിടേക്ക് നീങ്ങി. ഞാൻ ഏട്ടനെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്താ ഇത്രയും നേരം വൈകിയത്? അവളുടെ ചോദ്യം കേട്ട് അവൻ അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. കൃത്യസമയത്ത് ഇറങ്ങാൻ ഞാൻ സർക്കാർ സ്ഥാപനത്തിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഈ നേരത്ത് തന്നെ എനിക്ക് എത്താൻ കഴിഞ്ഞത് നിൻ്റെ ഭാഗ്യം. അവർ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഓർഡർ എടുക്കാനായി വെയിറ്റർ എത്തി. ശിലങ്കയ്ക്ക് വേണ്ട വിഭവങ്ങളെല്ലാം അവൾ തന്നെ പറഞ്ഞു. ഒരു പുഞ്ചിരിയോടെയാണ് അവൻ അതെല്ലാം കേട്ടിരുന്നത്. ഇതൊക്കെ തിന്നാനുള്ള വയറുണ്ടോടി നിനക്ക്?
ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാനിതൊക്കെ ഓർഡർ ചെയ്തത്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒടുവിൽ എന്നെക്കൊണ്ട് കാർ ഓടിക്കാനൊന്നും വയ്യ, ഈ കാർ ഇവിടെ കിടന്നോട്ടെ, കാർത്തിയേട്ടൻ എന്നെ ഒന്ന് വീട്ടിലേക്ക് ഉണ്ടാക്കിത്താ എന്നൊന്നും പറഞ്ഞു പോകരുത്. ഞാൻ പറയും, കാർത്തിയേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കി തരികയും ചെയ്യും, കാരണം ഞാനിന്ന് കാർ എടുത്തിട്ടില്ല. അപ്പോൾ നീ കരുതിക്കൂട്ടിയാണ് വന്നിരിക്കുന്നത്. പിന്നെന്താ സംശയം? അവൾ അത് പറഞ്ഞു കുറഞ്ഞ ശബ്ദത്തിൽ ഒച്ചയധികം ഉയർത്താതെ കാർത്തി ചിരിച്ചു. കാർത്തിയേട്ടൻ എന്താ പല്ലുപോയ ചില സ്ത്രീകൾ ഒതുക്കി പിടിച്ച് ചിരിക്കുന്നത് പോലെ ചിരിക്കുന്നത്? കക്ക കക്ക എന്ന് പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്ന ആൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഒരു ഭംഗിയുമില്ല. പിന്നെ എൻ്റെ ചിരിക്ക് അഴകല്ലേ, ഒന്ന് പോടി, വെറുതെ സുഖിപ്പിക്കാതെ. അവൾ അവന് നേരെ കോക്കറി കാണിച്ചു. അവനൊന്ന് ചിരിച്ചും കൊണ്ട് സീറ്റിലേക്ക് തല മലർത്തി വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. ഏട്ടാ, എന്തു പറ്റി? നദി ജോലിയിൽ ജോയിൻ ചെയ്തോ? അതാണോ സങ്കടം? അവനൊരു നിമിഷം മിണ്ടാതെ കിടന്നിട്ട് ഇന്ന് ഓഫീസിലുണ്ടായ സംഭവങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു. ഇന്ന് നദി അനുഭവിച്ചതെല്ലാം അവൻ തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. ഈ വിഷമങ്ങളെല്ലാം എന്നാണ് തീരുക? സത്യങ്ങളെല്ലാം നദിയോട് തുറന്നു പറയാമെന്ന് വെച്ചാൽ അവളത് എങ്ങനെ ഉൾക്കൊള്ളും എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും 1 മാസത്തിന് ശേഷം തൻ്റെ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ, അപ്പോഴൊരു തീരുമാനമെടുക്കണം. ഈ സമയം അപ്പുറത്ത് പൊരിഞ്ഞ ചർച്ചയിലാണ്. ഇത്രമാത്രം അവളെ ചേർത്ത് പിടിക്കാൻ അവൾ ആരാണ് കാർത്തിയേട്ടൻ്റെ? ഇത്രനാളും എനിക്ക് മുൻപിൽ ഒരു എതിരാളിയെ ഉണ്ടായിരുന്നുള്ളൂ, ചിലങ്ക. ഇയാൾ 2 തോണിയിലും ഒരേ സമയം കാലിടാനല്ലോ തീരുമാനിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ സിദ്ധുവേട്ടൻ പറ, ഒരു ഓഫീസിൽ മാനേജർക്ക് ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരിക്കും, എന്നാൽ അസിസ്റ്റൻ്റ് മാനേജരെയും അസിസ്റ്റൻ്റ് ചെയ്യാൻ ഒരു തസ്തികയുണ്ടോ? എൻ്റെ അറിവില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അതാ ഞാനും പറഞ്ഞത്, അവളിൽ അയാൾക്ക് എന്തോ കണ്ണുണ്ടെന്ന്. ആർക്കുമില്ലാത്ത ഒരു പേരും കൊണ്ട് വന്നിരിക്കുന്നു. നദി. നീ ടെൻഷനാവാതെ യമന, ഇവൾ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ആദ്യം ചിലങ്കയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ അവളുടെ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. ഒരു കല്യാണത്തിലൂടെ അല്ലാതെ നമുക്ക് അവളെ കാർത്തിക് സാറിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല. അവളുടെ കല്യാണം നടത്താൻ എന്താ വഴി? ഒരു വഴിയുണ്ട്, നീ എൻ്റെ കൂടെ നിൽക്കണം. അവളെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ഹെൽപ്പിനും ഞാൻ തയ്യാറാണ്. ഞാനെന്ത് ചെയ്യണമെന്ന് മാത്രം സിദ്ധുവേട്ടൻ പറഞ്ഞാൽ മതി. അവൾ തൻ്റെ മനസ്സിലുള്ള പദ്ധതി ശബ്ദം കുറച്ച് അവൾക്ക് മാത്രം കേൾക്കാവുന്ന തരത്തിൽ പറഞ്ഞു. അവൻ്റെ ഓരോ വാക്കും അവളുടെ മുഖത്ത് വിരിയിക്കുന്ന സന്തോഷം വർണ്ണിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം മറ്റൊരാൾ കൂടി കേൾക്കുന്നുണ്ടോന്നോ തങ്ങൾ ആരുടെയൊക്കെയോ നിരീക്ഷണ വലയത്തിൽ ആണെന്നോ 2 പേരും അറിഞ്ഞില്ല. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.